ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ താൻ അനുഭവിക്കുവാൻ പോകുന്ന പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് യേശു പറയുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ഉത്കണ്ഠയും നിറയുന്നു. അപ്പോൾ യേശു അവരെ ആശ്വസിപ്പിക്കുവാനായി പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം ശ്രവിക്കുന്നത്. ശിഷ്യന്മാരുടെ പിരിമുറുക്കത്തിൻ്റെയും ആശങ്കയുടെയും ഈ അന്തരീക്ഷത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വചനം ഇന്ന് നമ്മെ നോക്കി പറയുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും കാലത്ത് നമ്മുടെ ആശങ്കകൾ അവനിൽ സമർപ്പിക്കുവാനും അവൻ്റെ സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്താനും യേശു ക്ഷണിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118 അധ്യായം 8 വാക്യം ഇപ്രകാരം പറയുന്നു: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. നമ്മുടെ ആശ്രയം ഇനി കർത്താവിൽ അർപ്പിക്കാം. തുടർന്ന് യേശു പറയുന്നു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. സ്ഥലം ഒരുക്കിക്കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് ഒരാൾ ഒരു യുവതിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വരൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയും പിതാവിൻ്റെ ഭവനത്തിൽ അവൾക്കായി സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ അവൻ തിരിച്ചു വന്ന് അവളെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും അവർ ഒരുമിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ സുഖമായി ജീവിക്കുകയും ചെയ്യും. ക്രിസ്തുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നു: നമ്മുടെ ഈ ഭൗമിക ജീവിതത്തിനപ്പുറം നമുക്ക് പ്രത്യാശയും നിത്യമായ സന്തോഷവും നൽകുന്ന ഭവനം ദൈവത്തോടൊപ്പമുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനമാണ്. അവിടേക്കാണ് ക്രിസ്തുനാഥൻ നമുക്കായി സ്ഥലം സജ്ജമാക്കുന്നതും അവനോടൊപ്പം ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നതും. തുടർന്ന് രക്ഷയിലേക്കുള്ള പാത, സത്യത്തിൻ്റെ മൂർത്തിഭാവം, നിത്യജീവൻ്റെ ഉറവിടം താൻ മാത്രമാണെന്ന് യേശു വ്യക്തമാക്കുന്നു. യേശു കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കൂ. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൻ്റെ വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനവും യേശുവിനോടൊപ്പമുള്ള നിത്യജീവൻ്റെ ഉറപ്പും നമുക്ക് മുറുകെ പിടിക്കാം. വഴിയും സത്യവും ജീവനുമായ യേശുവിൽ ആശ്രയിക്കുവാനും അവൻ്റെ സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.